ഫോക്സ് കാലിഗ്രഫി ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫോക്സ് കാലിഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് കാലിഗ്രഫി. നോർമലി കാലിഗ്രഫി ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഫോക്സ് കാലിഗ്രഫി ചെയ്യാനായിട്ട് നമുക്ക് ബ്രഷ് പെന്നിൻ്റെ ആവശ്യമില്ല. നോർമൽ പെൻ, പെൻസിൽ, മാർക്കേഴ്സ്, സ്കെച്ച് കളേഴ്സ് അങ്ങനത്തെ നോർമൽ സപ്ലൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫോക്സ് കാലിഗ്രഫി ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ട്രോക്സ് ആണ്. കാലിഗ്രഫിയിൽ മെയിനായിട്ട് 2 സ്ട്രോക്സ് ആണുള്ളത്. ഒന്ന് അപ്പ് സ്ട്രോക്കും ഒന്ന് ഡൗൺ സ്ട്രോക്കും ആണ്. സോ ഇതിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾ പെന്നിൻ്റെ പേപ്പറിലൂടെ അപ്വേർഡ്സിലേക്ക് മൂവ് ചെയ്യുമ്പം അതിനെ നമ്മൾ അബ്സ്ട്രാക്ട്, അതായത് തിന്നായിട്ട് കാലിഗ്രഫിയിൽ തിന്നായിട്ടുള്ള ആ ലൈനിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോക്കിനെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡൗൺ സ്ട്രോക്ക്. കാലിഗ്രഫി ചെയ്യുമ്പോൾ അതിൽ തിക്കായി കാണുന്ന ആ ഒരു ലെയറിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോക്കിനെയാണ് ഡൗൺ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രോക്കാണ് നമ്മൾ ഫോക്സ് കാലിഗ്രഫി ചെയ്യുമ്പോൾ ഡബിൾ ലെയർ ചെയ്തിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു 2 സ്ട്രോക്സിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഞാനിങ്ങനെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സ്ട്രോക്സൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ആൽഫബറ്റിൽ നമ്മുടെ പെൻ എപ്പോഴാണോ ഡൗൺവേർഡിലൂടെ മൂവ്മെൻ്റ് ആയിട്ടുള്ളത്, ഡൗൺവേർഡിലൂടെ അതെപ്പോഴാണോ പെന്ന് മൂവ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഡബിൾ ലെയർ ചെയ്ത് കൊടുത്തു. ഞാൻ ഈ പെൻസിൽ വെച്ച് മൂവ് ചെയ്യുന്ന ആ ഒരു ഭാഗം, അതായത് എപ്പോൾ പെന്ന് ഡൗൺവേർഡ്സിലൂടെ മൂവ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മളത് ഡൗൺ സ്ട്രോക്ക് ആക്കിയിട്ട് ഡബിൾ ലെയർ ആക്കുക. ഇതിൽ ഞാൻ അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും ആരോട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ വരച്ചതാണ് ഡൗൺ സ്ട്രോക്ക്, തിന്നായിട്ടുള്ള ലൈൻസാണ് അപ്പ് സ്ട്രോക്ക്. ഇനി ഞാൻ സ്മോൾ ലെറ്ററിലും കൂടെ ഇതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. അപ്പം എ തന്നെയാണ് നമ്മൾ വീണ്ടും എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പെന്ന് മൂവ് ചെയ്തിട്ടില്ല, അതായത് താഴേക്ക് മൂവ് ചെയ്തിട്ടില്ല ആ ഭാഗത്ത് നമ്മൾ ഡബിൾ ലെയർ ചെയ്ത് കൊടുത്തു. മറ്റേ സൈഡിലും അതുപോലെ തന്നെ താഴോട്ട് മൂവ് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് ഡബിൾ ലെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിത് ഫില്ലാക്കുന്നുണ്ട്. ഇവിടെ പെന്ന് ഈ ഡൗൺ സ്ട്രോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ ഞാൻ ആരോ ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഈ ആരോ ഇട്ടിട്ടുള്ളത് ഡൗൺവേർഡിൽ മൂവ് ചെയ്തിട്ടുള്ളതും അപ്വേർഡിൽ മൂവ് ചെയ്തിട്ടുള്ളതൊക്കെ ഇതുപോലെ ലൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാതും ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ് ആൽഫബറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കേഴ്സീവ് ആൽഫബറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നോർമൽ കാലിഗ്രഫി ചെയ്യാനായിട്ട് കേഴ്സീവ് ആൽഫബറ്റ്സ് ആണ് കൂടുതലും യൂസ് ആക്കുന്നത്. ഇനിയുള്ളതാണ് സപ്ലൈസ് നീഡഡ് ഫോർ ഫോക്സ് കാലിഗ്രഫി. ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ആദ്യം ഈ പോയിൻ്റ് വിട്ടുപോയി, അതാണ് ലാസ്റ്റിലേക്കായത്. അപ്പം ഫോക്സ് കാലിഗ്രഫി, അതായത് ഫേക്ക് കാലിഗ്രഫിക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് എന്ന് പറയുമ്പോൾ പെന്നാണ്. നോർമൽ പെന്ന് നമുക്ക് യൂസ് ചെയ്യാം. ജെൽ പെന്നായാലും ബോൾ പോയിൻ്റ് പെന്നായാലും ഏതായാലും യൂസ് ചെയ്യാം. ബട്ട് ജെൽ പെന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്മൂത്താക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് കാലിഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലും യൂസ് ആക്കാം. പെൻസിൽ വെച്ചിട്ട് മാത്രം കാലിഗ്രഫി ചെയ്യാം, അല്ലെങ്കിൽ പെൻസിൽ നമുക്ക് സ്കെച്ചിന് വേണ്ടിയിട്ടും പെൻസിൽ യൂസ് ആക്കാം. പിന്നെ പെൻസിലിൻ്റെ കാറ്റഗറീസിൽ തന്നെ നമ്മൾ ഇറേസറും സ്കെയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പേപ്പറാണ്. പേപ്പർ നമ്മൾ
പെർമനൻറ്റ് മാർക്കർ, സ്കെച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ആക്കി എഴുതുമ്പോൾ നമ്മൾ നല്ല GSM ഉള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ പെർമനൻറ്റ് മാർക്കർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ മാർക്കേഴ്സാണ്. പെർമനൻറ്റ് മാർക്കർ മാത്രമല്ല, നമുക്ക് എല്ലാ മാർക്കേഴ്സും യൂസ് ആക്കാം. അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോക്സ് കാലിഗ്രഫിയിൽ ബിഗിനേഴ്സ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നൊരു വേർഡൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് റഫായിട്ട് വരച്ചതിന് ശേഷം കറക്റ്റായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വേർഡ് ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് റഫായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഞാനിവിടെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം.